Dear students, today we are going to discuss the topic frequency modulation. So in this, when the frequency of a carrier wave is changed in accordance with the intensity of the signal, then it is called a frequency modulation. So when the frequency of carrier wave is changed in accordance with the intensity of the signal, it is called a frequency modulation. So the carrier wave ന്റെ frequency ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അത് intensity of the signal ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ carrierൻ്റെ frequency ചേഞ്ച് ചെയ്യണം. In frequency modulation, only the frequency of the carrier wave is changed in accordance with the signal. However, the amplitude of the modulated wave remains the same. ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, പക്ഷേ ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ വേവ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം. ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നെങ്കിൽ ഇത് സിഗ്നലാണ്, ഇത് സെക്കൻഡ് വൺ ആണ് കാരിയർ വേവ്, ഇവിടെ തേർഡ് വൺ ആണ് നമുക്ക് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. അപ്പോൾ ഇതിൽ കാരിയറിൻ്റെ ഫ്രീക്വൻസി ഹൈ ആണ്, സിഗ്നൽ ഫ്രീക്വൻസി ഈസ് വെരി ലോ. ബട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് എം വേവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ചിലയിടത്ത് ഫ്രീക്വൻസി ഹൈ ആണ്, ചിലയിടത്ത് ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇതിൽ വരുന്നത്. അതായത് എ സി ഇ ജി എന്നൊക്കെ പറയുന്ന പോയിൻറ്റ്സിൽ വി നോ ദാറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ 0 ആയി നിൽക്കുന്ന പൊസിഷൻസാണ് അതെല്ലാം. ആ ഒരു പൊസിഷൻസിൽ ഒക്കെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, എയിൽ, അതുപോലെ സിയിൽ, ഡിയിൽ, ഇയിൽ, ഇവിടെയെല്ലാം അതിൻ്റെ ഫ്രീക്വൻസി കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരില്ല. പക്ഷേ ഡിയിൽ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ബിയും ഡിയും ഒക്കെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പൊസിഷൻസാണ്. അപ്പോൾ ആ പൊസിഷൻസിൽ ബിയിൽ നന്നായിട്ട് വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ ഡിയിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡാണ് വന്നിട്ടുള്ളത്. ബിയിലാണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അവിടെ ഫ്രീക്വൻസി മാക്സിമം ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് വേരിയേഷൻ നടത്തുമ്പോൾ ദാറ്റ് മോഡുലേഷൻ ഈസ് നോൺ ആസ് ദ ഫ്രീക്വൻസി മോഡുലേഷൻ. So frequency modulation can be explained. So here you can read the paragraph as: when the signal voltages are 0 at A, C, E and G, the carrier frequency is unchanged. When signal approaches the positive peak at B and F, the carrier frequency is increased to a maximum as shown by the closely spaced cycles. However, during the negative peak signals at D, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിയിൽ നെഗറ്റീവ് മാക്സിമം ആണ് വരുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റിൽ കരിയർ ഫ്രീക്വൻസി ഈസ് റെഡ്യൂസ്ഡ് ടു മിനിമം ആൻഡ് ഈസ് ഷോൺ ബൈ വൈഡ്ലി സ്പേസ്ഡ് സൈക്കിൾസ്. സോ ഫ്രീക്വൻസി മോഡുലേഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ ബൈ കൺസിഡറിങ് ന്യൂമറിക്കൽ വാല്യൂസ്. സപ്പോസ് നമുക്ക് വി ഹാവ് എ സിഗ്നൽ, ഒരു കരിയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 kHz ആണ്. അപ്പോൾ അതിന് നമ്മൾ എഫ് എം സിഗ്നൽ ഹാസ് എ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ബൈ വാരിയിങ് ഫ്രീക്വൻസി എബോവ് ആൻഡ് ബിലോ ദി 100 kHz. അപ്പോൾ നമുക്ക് കരിയർ ഫ്രീക്വൻസിയിൽ വാല്യൂ 100 kHz ആണ്. നമുക്ക് എഫ് എം ആയിട്ട് കിട്ടുന്ന വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എബോവ് ആൻഡ് ബിലോ ദി 100 kHz സെൻട്രൽ ഫ്രീക്വൻസി. സോ സെൻട്രൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി carrier wave. For this reason, Fc will be equal to 100 kHz is called the center frequency. The changes in carrier frequency as produced by the audio modulating voltage, the amount of changes or the frequency variation increases with an increase in the amplitude of the modulating signal voltage. Thus the peak audio voltage will be produce maximum frequency deviation. So when the signal amplitude is maximum, that will produce maximum change in frequency. Or when the signal frequency is when the signal amplitude is negative maximum or it is the minimum, the signal frequency will be minimum. So at the positions where the signal amplitude is 0, then the FM wave has the same frequency as that of the carrier, or the FM has there is no change in frequency of the carrier.
The audio frequency does not determine the RF carrier deviation. In this example, the frequency deviation of the RF carrier is 30 kHz. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 100 kHz carrier സെൻട്രൽ ഫ്രീക്വൻസിയാണ് നമുക്കുള്ളത്. 100 kHz carrier ഫ്രീക്വൻസി ഉള്ളിടത്ത് നമുക്കതിന് മാക്സിമം 130 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിന് 70 മിനിമം ആവുന്നുണ്ട്. അല്ലാത്തടത്തൊക്കെ അത് 100 kHz അതാണ് carrier ഫ്രീക്വൻസി ആയിട്ട് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദ ഓഡിയോ ഫ്രീക്വൻസി ഡസ് നോട്ട് ഡിറ്റർമിൻ ദി RF carrier ഡീവിയേഷൻ. ആക്ച്വലി ഓഡിയോ നമ്മുടെ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അല്ല RF carrierൻ്റെ ഡീവിയേഷൻ തീരുമാനിക്കുന്നത്. ആക്ച്വലി അത് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. സിഗ്നൽ ഇൻറ്റൻസിറ്റി ഡിറ്റർമിൻസ് ദി deviation in the carrier wave. The center of frequency is the frequency of the transmitted RF carrier without modulation, or when the modulating voltage is at it's a zero value, then the center frequency is 100 kHz and is called the rest frequency. The frequency deviation is the amount of change from the center frequency. The amount of frequency deviation depends on the amplitude of the audio modulating voltage. The peak audio voltage produces the peak frequency deviation, and the frequency swing is the total deviation above and below the center frequency. That is important. The frequency swing is the total deviation of the frequency above and below the center frequency. നമ്മൾ നേരത്തെ കണ്ട കേസിലാണെങ്കിൽ അത് ±30 kHz ആണ്. സോ ഫോർ എ ടോട്ടൽ ഓഫ് 60 kHz ആയിരിക്കും നമുക്ക് ഫ്രീക്വൻസി സ്വിങ് വരുന്നുണ്ടാവുക ഈ കേസിൽ. നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദി അഡ്വാൻറ്റേജസ് ഓഫ് FM. അപ്പോൾ നമ്മൾ AM യൂസ് ചെയ്യുന്നതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. സോ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ദാറ്റ് വി ഹാവ് ഫൗണ്ട് ഇൻ ദ AM that can be reduced in FM. Frequency modulation provides a transmission that can be practically free from noise. That is important. It produces a transmission that is practically free from noise. Most type of noises are produced by amplitude variations in the signal. So most of the noises produce ചെയ്യുന്നത് ഈ സിഗ്നലിലെ ആംപ്ലിറ്റ്യൂഡിലെ വേരിയേഷൻ കൊണ്ടാണ്. സപ്പോസ് ഒരു ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഇഫക്റ്റ് വെരി ഈസിലി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സിഗ്നൽ. ബട്ട് സിൻസ് ഈ കേസിൽ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ കേസിൽ നമുക്കൊരിക്കലും ആംപ്ലിറ്റ്യൂഡ് അതായത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഓഫ് ദി സിഗ്നൽസിനെക്കാളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ആർ ലൈറ്റ്നിങ് ചാർജ്, നോയ്സ് ഫ്രം സ്പാർക്കിംഗ് ഇൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആൻഡ് റാൻഡം നോയ്സ് ഇൻ ഇലക്ട്രോൺ കോമ്പണൻസ്. ഓൾ ഓഫ് ദീസ് വേരിയേഷൻസ് ഇൻ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സ് ഇതെല്ലാത്തിലും വ്യത്യാസം വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈറ്റ്നിങ് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന സിഗ്നലിൻ്റെ വോൾട്ടേജിലോ കറൻറ്റിലോ ആയിരിക്കും വേരിയേഷൻ വരുന്നുണ്ടാവുക. In FM, the audio signal is in the variations of frequency in the carrier signal ആണ്, not in the variations of the amplitude. അപ്പം ടോട്ടൽ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ വന്നെന്ന് വരച്ചിട്ട് നമുക്ക് സിഗ്നലിൽ ഇഫക്റ്റ് ചെയ്യില്ല. കാരണം നമുക്ക് സിഗ്നൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി FM-ൽ സിഗ്നൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ഫ്രീക്വൻസി വേരിയേഷൻ്റെ അകത്താണ് നമ്മുടെ സിഗ്നൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു FM സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ വന്നെന്ന് വരച്ചിട്ട് പുറത്ത് നോയ്സസ് കൊണ്ട് വേരിയേഷൻ വന്നെന്ന് വെച്ചിട്ട് നമുക്ക് എന്തില്ല സിഗ്നൽസിൽ അത് ഇഫക്റ്റ് ചെയ്യില്ല. സോ അത് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ in FM, the operating range is quite large and so it gives a high fidelity reception ആണ്, and the efficiency is also very high. So അതിൻ്റെ റിസപ്ഷൻ ഹൈ ഫിഡിലിറ്റി റിസപ്ഷൻ ആണ്. അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാലും അത് ഹൈ ആയതുകൊണ്ട് കമ്പയർഡ് ടു AM there are a lot of advantages for FM. Now we can come to the theory of frequency modulation. In frequency modulation, the amplitude of carrier wave is kept constant, but frequency of the carrier is varied by the modulating signal. So that is important. Frequency modulation le amplitude of the carrier wave is kept constant ആണ്. അതിൻ്റെ ഫ്രീക്വൻസി പാർട്ടാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്തെടുക്കുന്നത്. ആ ഫ്രീക്വൻസി മോഡുലേഷൻ നടത്തുന്നത് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിഗ്നൽ എന്ന് പറയാൻ പറ്റും. The carrier frequency FC varies at the rate of signal frequency FS, and the frequency variation being proportional to the instantaneous amplitude of the modulating signal.
The maximum frequency deviation occurs at the peak voltage of the modulating audio signal. For example, we consider a carrier wave of frequency 10 MHz carried by a 1 volt 1 kHz modulating signal ആണെങ്കിൽ അപ്പോൾ നമുക്ക് carrier wave frequency 10 MHz ആണ്. നമ്മുടെ സിഗ്നൽ ഫ്രീക്വൻസി 1 volt 1 kHz ആണെങ്കിൽ the maximum frequency deviation നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 25 kHz ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് 10 മെഗാഹെർട്സിൻ്റെ എബവ് ആൻഡ് ബിലോ 0.025 മെഗാഹെർട്സ് 0.5 മെഗാഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 കിലോ ഹെർട്സ് അത് എബവ് ആൻഡ് ബിലോ ഇതിൻ്റെ ഈ കാരിയർ ഫ്രീക്വൻസിയിൽ നിന്ന് ചേഞ്ച് വരും. ആ വേരിയേഷൻ്റെ റേറ്റാണ് 1 കിലോ ഹെർട്സ്. അതായത് അത് 1000 ടൈംസ് പെർ സെക്കൻഡ് ഈ രീതിയിൽ അത് വേരിയേഷൻ ഒരു സെക്കൻഡിൽ 1000 ടൈംസ് അത് മിനിമത്തിൽ നിന്നും മാക്സിമത്തിലേക്കുള്ള വേരിയേഷൻ നടത്തിയിട്ടുണ്ടാകും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദിസ് 10 മെഗാഹെർട്സ് ക്യാരിഡ് ബൈ 1 volt 1 kHz signal. If the amplitude of the modulating voltage is increased to 2 volt, then maximum frequency deviation will be 50 kHz and carrier frequency will vary between 100 plus 0.050 അതുപോലെ 100 minus 0.050 ആയിരിക്കും. അവിടെ വേരിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ സിഗ്നൽ ഫ്രീക്വൻസി റേറ്റ് ആണ് 1000 ടൈംസ് പെർ സെക്കൻഡ് അതായത് 1 kHz എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് എ സിഗ്നൽ ബൈ ES is equal to ES cos omega ST. ഇവിടെ ഈ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി പാർട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ടേം ഒമേഗ എസ് ടേം ആണ്. ഒമേഗ എസ് എസ് ഈസ് 2πfs ആണ്. ഈ ഒരു ടേം പാർട്ടിലാണ് അതിൻ്റെ ഫ്രീക്വൻസി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ കാരിയർ ഫ്രീക്വൻസി ഈസ് ടേക്കൺ ആസ് FC. ദ ചേഞ്ച് ഇൻ കാരിയർ ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്നത് KES എന്ന് പറയുന്നൊരു ഫാക്ടർ ആസ് ES അല്ല നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് എ ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ K. അതാണ് നമ്മൾ ഈ ഇവിടെ ഫ്രീക്വൻസിയിൽ ആഡ് ചെയ്തിട്ട് വരുന്നത്. K is a constant of this is known as the frequency deviation constant. So that is also important, frequency deviation constant. So we are multiplying the signal wave or signal amplitude or the signal with the instantaneous value of the signal by a factor K, and we are adding that value to the frequency of the carrier, and that multiplication factor it is termed as the frequency deviation constant. So the instantaneous value of the carrier frequency Fi is given by Fi is nothing but Fc plus K into ES. Original carrier frequency is there plus K into ES is there, then Fc plus ES is nothing but K into ES into cos omega ST. So we can see here that is here a variation of this frequency with the time versus Fi is given. That is time versus Fi നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ you can see that along Fc is the center of frequency, then plus KES ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മൈനസ് KESും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. So a graph of this is shown. It is to be noted that the graph is drawn between frequency and time, not amplitude and time. Usually നമ്മൾ പ്ലോട്ട് ചെയ്യാറുള്ളത് ആംപ്ലിറ്റ്യൂഡ് ആണ്, പക്ഷേ ഇവിടെ ഫ്രീക്വൻസി വേഴ്സസ് ടൈം ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫ്രീക്വൻസി അറ്റ് ദിസ് പൊസിഷൻ ഇവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാണ്. ഓൾറെഡി ഉള്ള ഫ്രീക്വൻസിയിൽ നിന്ന് FC പ്ലസ് KES ആയിട്ട് മാറിയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ FC മൈനസ് KES ആണ് മാറിയിട്ടുള്ളത്. So the factor KES represents the maximum frequency deviation and is denoted by delta F ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. K into ES ന് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ പോസിബിൾ ഈസ് K into ES. So FC plus KESൽ this KES we can term it as delta F. So where K is in kilohertz or megahertz per volt ആയിരിക്കും. Therefore Fi is equal to Fi is equal to FC plus delta F into cos omega ST എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. So this is the modified frequency expression of the carrier wave in frequency modulation. So now in frequency modulation the carrier frequency is varied sinusoidally at a signal frequency, and the instantaneous deviation in frequency from the carrier is proportional to the instantaneous amplitude of the modulating signal. So ഇവിടെ KES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എഫ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഈസ് ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു KES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി വേരിയേഷൻ ഓർ ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സിഗ്നൽ എന്ന് പറയാൻ പറ്റും.
സോ ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലർ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് വിൽ ബി ഒമേഗ സി ഈസ് ഈക്വൽ ടു ഒമേഗ ഐ ഈസ് ഈക്വൽ ടു ഒമേഗ സി പ്ലസ് ഡെൽറ്റ എഫിന് പകരം ഡെൽറ്റ ഒമേഗ സി ഇൻറ്റു കോസ് ഒമേഗ എസ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദെർഫോർ ടോട്ടൽ ഫേസ് ആംഗിൾ തീറ്റ വിൽ ബി ഈക്വൽ ടു omega t. So theta is equal to integral 0 to t omega I dt, that is equal to omega c plus delta omega c cos omega st into dt. So that is equal to omega ct plus delta omega c by omega s into sin omega s, because integral of cos omega s is equal to sin omega s divided by omega s, and the term delta omega c by omega s is called the modulation index m. So the modulation factor, it is comes in am, and that is entirely different from this modulation index which is used in the case of fm. So this is fm. In the case of fm, the modulation index is given by delta omega c divided by omega s, where delta omega c is nothing but 2 pi into delta fs, delta fc ആണ്. So where delta f, you can see it as delta f is equal to k into es ആണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ഈ ഫ്രീക്വൻസി മോഡുലേഷനിൽ ഓർത്ത് വെക്കേണ്ടതുണ്ട്. Therefore the expression for theta will be equal to omega c into t plus mf into sin omega st. Now the instantaneous value of the fm voltage എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും is equal to ec into cos theta. So ec into cos theta means ec into cos of omega ct plus mf into sin omega st, that is ec into cos omega. So ഈ പാർട്ടിൽ നമ്മുടെ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അതുപോലെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എല്ലാം, അതായത് ഇവിടെ ഈ സിഗ്നലിൻ്റെ ഈ ഒരു പാർട്ടിൽ ഈ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് ആണ് ഈസി. അതിൻ്റെ ഫ്രീക്വൻസി പാർട്ടിൽ നമുക്ക് കരിയർ ഫ്രീക്വൻസി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സിഗ്നൽ ഫ്രീക്വൻസി ഇൻക്ലൂഡ് ചെയ്തിട്ട് സിഗ്നൽ ഫ്രീക്വൻസിയിലെ വേരിയേഷൻ ഇതിൻ്റെ സിഗ്നലിൻ്റെ എം എഫിൽ നമുക്ക് കെ ഇ എസ് എന്ന് പറയുന്ന ഫാക്ടർ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വേവാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ദിസ് ഈസ് എ ജനറൽ വോൾട്ടേജ് ഇക്വേഷൻ ഫോർ എൻ എഫ് എം വേവ്, and the following points should be also noted. The modulation index mf is the ratio of maximum frequency deviation to the frequency of the modulating signal. Modulation index is defined as delta omega c by omega s. Delta omega c means fc max minus fc divided by fc, or it is delta fc divided by fs ആയിരിക്കും. Unlike amplitude modulation, the modulation index for frequency മോഡുലേഷൻ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസിൽ മോഡുലേഷൻ ഫാക്ടർ കുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. ആ കേസിൽ അത് ഓവർ മോഡുലേഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ഇതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നമുക്ക് ഈ ഒരു കേസിൽ ഇതിൻ്റെ നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലേക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് പാർട്ട് അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ ഒരു അനാലിസിസ് വരുന്നുണ്ട്. ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.